കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിനും തലക്കുളത്തൂർ സ്വദേശിയായ 31കാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടിക്ക് രോഗം പിടിപെട്ടത് അമ്മയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണെന്നാണ് പ്രാഥമിക നിഗമനം. ചതുപ്പ് നിലത്തോട് ചെന്ന സ്ഥലത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. കിണറ്റിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയും കിണർ വറ്റിച്ച് ശുചീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തെ കിണറുകളിലെ ജലസാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചു. 15 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം ചികിത്സയിലാണ് കുട്ടി. രോഗബാധ സ്ഥിരീകരിച്ച തലക്കുളത്തൂർ സ്വദേശിയുടെ രോഗ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. യുവാവും ഒരാഴ്ചയിലധികമായി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. തലക്കുളത്തൂർ പഞ്ചായത്തിലും ജാഗ്രത തുടരുകയാണ്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4ാം ക്ലാസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടി നീന്തൽ പരിശീലിച്ച കുളത്തിലുൾപ്പെടെ ആരും ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം. 4ാം ക്ലാസ്സുകാരി പഠിച്ചിരുന്ന കോരങ്ങാട് LP സ്കൂളിൽ ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ ക്ലാസ് നടത്തും. മുൻകരുതലിന്റെ ഭാഗമായി കുട്ടിയുടെ സഹോദരങ്ങളുടെ സ്രവ സാമ്പിളുകളും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് 4ാം ക്ലാസ്സുകാരി അനേയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.